എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 27 വ്യാഴാഴ്ച. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലുള്ള സർവകാല റെക്കോർഡ് തിരുത്തി വീണ്ടും ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. 26,310. നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ 14 മാസങ്ങൾക്ക് ശേഷമാണ് നിഫ്റ്റി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏണിങ്സിലെ റിക്കവറിയും അതുപോലെ തന്നെ വേൾഡ് മാർക്കറ്റുകളിലെ ഫ്ലോവിലുള്ള ഉണർവും ഇതിന് കാരണമായി എന്ന് പറയാം. ഇവിടെ നോക്കൂ, 2024 സെപ്റ്റംബർ 27-നാണ് 26,277.35 എന്നുള്ള നിലയിൽ ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം 288 സെഷനുകളാണ്, അതായത് 2024 സെപ്റ്റംബർ 30 മുതൽ 2025 നവംബർ ഇന്ന് 27 വരെ ഈ 288 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ദിവസം നീണ്ടുന്ന ബാഡ് പെർഫോമൻസിന് ശേഷമാണ് നമ്മുടെ നിഫ്റ്റി ഒടുവിൽ വേൾഡ് ഇൻഡെക്സുകളുമായി താരതമ്യം ചെയ്യത്തക്ക രൂപത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെങ്കിൽ 0.39% ഉയർന്ന് 26,310 എന്നുള്ള ലെവലിലെത്തി. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 26,277.35 എന്ന ഇതുവരെ ഉണ്ടായിരുന്ന ആൾ ടൈം ഹൈനെ മറികടന്നു. ഇതിൻ്റെ കൂടെ തന്നെ 30 സ്റ്റോക്കുകൾ അടങ്ങിയ സെൻസെക്സും ആൾ ടൈം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മൂല്യനിർണ്ണയത്തിലെ വന്ന ഇടിവുകൾ, അതുപോലെ തന്നെ മിതമായ വരുമാനം, ആഗോള അപകട സാധ്യതാ ഘടകങ്ങൾ, അതുപോലെ തന്നെ US-ഉമായുള്ള ട്രേഡിംഗ് ഡീല്, FIRസിൻ്റെ ഈ ഒരു സ്ഥിരതയില്ലായ്മ, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ തരം റിസ്കുകളിലൂടെയാണ് നമ്മളടക്കമുള്ള നിക്ഷേപകർ കടന്നുപോയത്. അതിനുശേഷമാണ് ഈ വർഷത്തെ ആദ്യ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത്. അതായത് ഗ്രോത്ത് സപ്പോർട്ടീവ് പോളിസീസ്, അതുപോലെ ഏണിങ്സ് റിവ്യൂവൽ, അതുപോലെ സപ്പോർട്ടീവ് പൊസിഷനിങ് ആൻഡ് ഡിഫെൻസിബിൾ വാല്യുവേഷൻ, ഈ ഘടകങ്ങളിലൂടെ, ഇത്രയും കാര്യങ്ങളിലൂടെ ഇന്ത്യ അടുത്ത വർഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് ഒക്കെ പറയുന്നത്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 29,000 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി എത്തിപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം. അതുപോലെ തന്നെ ഫെഡറൽ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷകളും വന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് എടുക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഉയരങ്ങളിലെത്തി. ഇനി നമുക്ക് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 26,300 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ബ്രേക്ക്ഔട്ട് ട്രിഗറുമാണ്. ഈ ലെവലിന് മുകളിലുള്ള ഒരു 1 അവർ ക്യാൻഡിലോ അല്ലെങ്കിൽ 1 അവർ ക്യാൻഡിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 26,350, 26,450 സോണിൽ ഇനി വരുന്ന എക്കാലത്തെയും, അതായത് ആൾ ടൈം ഹൈയിലേക്ക് വീണ്ടും 26,450 എന്നുള്ള ആൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനുള്ള വഴി ഒരുക്കുമെന്നാണ് കരുതുന്നത്. 26,300 ശേഷമുള്ള ബ്രേക്ക്ഔട്ട്, അതായത് സസ്റ്റെയിൻ ചെയ്ത് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 26,350, 26,450 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ എത്താനുള്ള വാതിൽ തുറക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് താഴെ വരികയാണെങ്കിൽ ഇപ്പോൾ 26,150 ഒരു സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 26,000 എന്നുള്ള ഈ ഒരു സോണും സ്ട്രോങ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ സ്ഥിരമായ പുട്ട് റേറ്റിങ്ങും പൊസിഷണൽ ബൈയിങ് ഇൻട്രസ്റ്റും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനം. നിഫ്റ്റി ഈ ഒരു സോണിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മൊത്തത്തിലുള്ള ഒരു ബുള്ളിഷ് സ്ട്രക്ചർ കേടുകൂടാതെ ഇരിക്കും എന്ന് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 10 പോയിന്റ് പോസിറ്റീവിൽ 26,215 എന്നുള്ള ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 0.04% മാത്രം ഇപ്പോൾ ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 110 പോയിന്റ്,
അഥവാ 0.13%. ഇത്രയുമേ ഇന്ന് ഉയർന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്പം താഴെ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ബജാജ് ഫിനാൻസ്, അതുപോലെ ശ്രീറാം ഫിനാൻസ്, ICICI ബാങ്ക്, അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബജാജ് ഫിൻസർവ്, ഇതിൽ ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും ഇന്ന് ഗ്രീനിൽ നല്ല നേട്ടത്തോടെ, അതായത് 1% മുതൽ 2.5% വരെ ഈ പറയുന്ന സ്റ്റോക്കുകൾ ഗ്രീനിലെത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ന് നിരാശപ്പെടുത്തിയത് ഏഷ്യർ മോട്ടോഴ്സും അദാനി എൻ്റർപ്രൈസസും മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ, ONGC. ഈ ആട്ടോ സെക്ടറാണ് ഇന്ന് കൂടുതലും റെഡിലേക്ക് കൊണ്ടുപോയത്. 1.5% മുതൽ 2-3% വരെ നെഗറ്റീവിലാണ്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പും അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പും, അതിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് പോസിറ്റീവ് ബയസോടെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒരു 0.5% ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് പോസിറ്റീവിലായപ്പോൾ നിഫ്റ്റി PSU ബാങ്ക്, അതുപോലെ തന്നെ നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ റെഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു പ്രോഗ്രാമിലായിരുന്നു. അതുകൊണ്ട് തന്നെ മിനിഞ്ഞാന്ന്, അതായത് നമുക്ക് ഇന്നലെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ അത് ഇനി പരിശോധിച്ചിട്ട് കാര്യമില്ല. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് എന്തായിരിക്കും എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അതിനുശേഷം നാളെ നമുക്ക് ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിശോധിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നോക്കൂ, ഇന്നലെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 26,031 മുകളിൽ എൻട്രി എടുത്ത് ധൈര്യമായിട്ട് പോകാമെന്ന് തന്നെ പറഞ്ഞു. 26,030 മുകളിൽ സപ്പോർട്ട് 25,848. നമുക്ക് ഇന്നലെ ഓപ്പൺ ചെയ്ത് തന്നെ നല്ല ഒരു കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിന് ഇടയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ കാണാൻ കഴിയുകയും ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയും ചെയ്തു. നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് ഇന്നലെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 150 പോയിന്റോളം റാലി ഇന്നലെ നിഫ്റ്റിയിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 59,141 റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. അതും നിഫ്റ്റിയെ പോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിന് ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലും വളരെ ലഘുവായി സാധാരണമായി ട്രേഡ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്താൽ തന്നെ നോക്കൂ, ഇതുവരെ 270ഓളം പോയിന്റ് റാലി ബാങ്ക് നിഫ്റ്റിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇന്നലെ അത്യാവശ്യം നല്ല പ്രോഫിറ്റോടുകൂടി നമുക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഒരു പ്രോഗ്രാമിലായിരുന്നത് കൊണ്ട് തന്നെ നേരത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. നമുക്കിനി നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 59,865. ഓക്കെ, 59,870 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വരയ്ക്കാമെന്നുള്ളതാണ്. ഇതിന് താഴെ സിമ്പിളായിട്ട് നമുക്ക് നാളേക്ക് എടുത്തിട്ട് പോകാം. ഓക്കെ, വളരെ സിമ്പിളായി നാളെ ട്രേഡ് ചെയ്യാൻ കഴിയും. 59,530 താഴെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഒരു റീടെസ്റ്റ് എന്തായാലും നടത്തും, അപ്പോൾ എൻട്രി എടുത്താൽ മതിയാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഈ 2 ലെവലുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇന്നത്തെ ആൾ ടൈം 26,310. ഓക്കെ, 26,310 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഏതായിരുന്നാലും 26,310 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് 26,140. വളരെ സിമ്പിളായിട്ട് നമുക്ക് നാളെ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ ഈ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാം. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ബ്രേക്ക് ഡൗണും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.